എസ് എഫ് ഐ നേതാവിന്റെ കരുതൽ നമ്മൾ കാണാതെ പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. കളമശ്ശേരി കോളേജിൽ എസ് എഫ് ഐ യൂണിയൻ ജനറൽ സെക്രട്ടറി അഭിരാജ് കരുതി വച്ചിരുന്നത് 1.9 കിലോ ലഹരി വസ്തുക്കളാണ്, കഞ്ചാവ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ. മാത്രമല്ല മദ്യക്കുപ്പിയും ഗർഭനിരോധന ഉറകളും വരെ അഭിരാജിന് കച്ചവടം ഉണ്ടായിരുന്നതായി വേണം കരുതാൻ. കാരണം പോലീസ് അത്രത്തോളം കാര്യങ്ങൾ പൊക്കിയെടുത്ത്. എന്താണ് എസ് എഫ് ഐയുടെ ഈ കരുതലിന്റെ ഒരു ലക്ഷ്യം? ഇല്ല, കേരളത്തിൽ കുറേ കാലമായിട്ട് ഈ അടുത്തിടെ ഒരുപാട് സംഭവങ്ങൾ പുറത്തു വന്നു. അത് കുറച്ച് കാലമായി നടക്കുന്നതാണ്. പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ 2 തവണയുള്ള അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ നടന്നിട്ടുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും CPM-ൻ്റെ പോഷക സംഘടനകൾ വഴി SFI, DYFI തുടങ്ങിയ ആളുകൾ കാണിച്ചു കൂട്ടിയ കേരളത്തിൻ്റെ ആത്മാവിനെ കീറിമുറിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. നമ്മളത് കഴിഞ്ഞ മാസമല്ലേ കോട്ടയത്തെ നഴ്സിംഗ് കോളേജിലെ ഭീകര റാഗിങ്, അതിൽ ഉൾപ്പെട്ടവരെല്ലാം SFIക്കാരാണ്. അത് SFIക്കാർ എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, നേതൃത്വത്തിലുള്ളവരാണ്. പാർട്ടി ബന്ധം, പാർട്ടി കുടുംബങ്ങളിൽ നിന്ന് വന്ന പയ്യന്മാരുമാണ്. ഇതെല്ലാം ഇപ്പോൾ ഇരുമ്പഴിക്കുള്ളിലാണ്. ആ കേസിൽ നിന്ന് അവർക്ക് ജാമ്യം പോലും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ പിന്നെ ഇപ്പോൾ കളമശ്ശേരി പോളിടെക്നിക് കോളേജിൻ്റെ പിന്നെ ബോയ്സിൻ്റെ ഹോസ്റ്റലിൽ നിന്നാണ് ഈ ധന്യ പറഞ്ഞ കാര്യങ്ങൾ പോലീസ് കഴിഞ്ഞ രാത്രി കണ്ടെത്തിയത്. അപ്പോൾ അവൻ അവിടുത്തെ യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ് ഈ പിടിക്കപ്പെട്ട പയ്യൻ. അപ്പോൾ അത് SFIയുടെ യൂണിയൻ ഭാരവാഹി വന്നവരാണ്. ഇവരെയൊക്കെ ഈ സംഘടന പഠിപ്പിക്കുന്ന മൊറാലിറ്റി എന്താണ്? ഭീകര പ്രവർത്തനത്തിനും മയക്കുമരുന്ന് വ്യാപാരത്തിനും സെക്സ് റാക്കറ്റിനുമായി SFI മാറിയിരിക്കുന്നു. SFIയെ തെമ്മാടിക്കൂട്ടങ്ങളിൽ നിന്ന് പണ്ടൊക്കെ വിളിച്ചിട്ടുള്ളത് KSUകാരായിരുന്നു. അത് രാഷ്ട്രീയ പകപോക്കലായിരുന്നു എന്ന് പറയാം. പക്ഷേ ഇന്ന് KSU എങ്ങും പിന്നെ മരുന്നിന് പോലും കാണാനില്ല. അന്ന് KSUക്കാരോ ഇല്ല SFIയുടെ വിമർശകരോ വിളിച്ചിരുന്ന അതേ വാക്കുകളെല്ലാം അതിൻ്റെ 10 ഇരട്ടി രൂപത്തിൽ അവരുടെ സ്വഭാവത്തിൽ നിഴലിക്കുകയാണ്. ഈ പയ്യനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു എങ്കിൽ ഈ കേസ് എങ്ങനെ പോകാൻ പോകുന്ന പൊതുസമൂഹം ഉത്കണ്ഠയോടെ കാണണം. നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ മയക്കുമരുന്ന് വ്യാപിപ്പിച്ച് അവരെ തകർക്കുന്ന ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ നേതൃത്വത്തിൽ ദൗർഭാഗ്യവശാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് എന്ന് പറയേണ്ടി വരുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്, കഷ്ടകരമാണ്. അപ്പോൾ ഈ പയ്യന്മാരൊക്കെ ഇങ്ങനെ ആകാൻ എന്താ കാര്യം? നമ്മൾ നേരത്തെ കണ്ടിട്ടില്ലേ, നമ്മൾ മയക്കുമരുന്ന് കേസിന് അറസ്റ്റ് ചെയ്യപ്പെട്ടത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകനായിരുന്നു, മുൻ സെക്രട്ടറിയുടെ മകനായിരുന്നു. ആ കേസിൽ ഉൾപ്പെട്ടു. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിലാണ് അയാൾ അതിലകപ്പെട്ട കാര്യം പുറത്തു വന്നത് പോലും. അന്ന് മുതലേ പാർട്ടിയുടെ നേതാക്കളുടെ മക്കൾ തന്നെ മയക്കുമരുന്ന് ഈ വ്യാപാരത്തിൽ അല്ലെ അതിൻ്റെ വിതരണക്കാരായിട്ടും മൊത്തക്കച്ചവടക്കാരായിട്ടും മാറിയ ഒരു സംസ്ഥാനത്ത് ഇതിൽ പരം ഗതികേട്, ഇതിനേക്കാൾ ഭീകരമായി വേറെ എന്താണ് സംഭവിക്കേണ്ടത്? ആലപ്പുഴയിൽ ഒരു ലോറിയിൽ കടത്തിക്കൊണ്ടുവന്ന പിന്നെ മയക്കുമരുന്നുകൾ പിടിക്കപ്പെട്ടില്ലേ? അതിൽ ഉൾപ്പെട്ടത് അവിടുത്തെ ഏരിയ കമ്മിറ്റി ഈയുടെ ഭാരവാഹികളായിരുന്നു. ആ ലോറിയുടെ ഉടമയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരല്ല. അതെല്ലാം കേരളത്തിലെ സ്കൂളുകളുടെയും പിന്നെ കോളേജുകളുടെയും പരിസരത്തേക്കല്ലേ വ്യാപിച്ചത്. അപ്പോൾ ഈ മദ്യം, മയക്കുമരുന്ന്, സെക്സ് റാക്കറ്റ്, ഇതെല്ലാം പാർട്ടി വളർത്തുവാനുള്ള നീചമായ ഉപാധികളായി മാറ്റിയ ഭരണ പിന്തുണയുള്ള ഒരു പ്രസ്ഥാനമായി ഇന്ന് ഇടതുപക്ഷം മാറിയിരിക്കുകയാണ്. ഇത് ഇടതുപക്ഷത്തിൻ്റെ പിന്നെ സഹയാത്രികരും അതിൻ്റെ ഘടകകക്ഷിയിലുള്ളവരും ഇതിനോട് പങ്കാളിത്തം പുലർത്തുന്നുണ്ടോ? ഇതിനെ എങ്ങനെയാണ് അവർ കാണുന്നത്? പൊതുസമൂഹം ശരിക്കും ഇതിനെ വേണ്ടത് രീതിയിൽ ചോദ്യം ചെയ്യുകയോ ഇതിൻ്റെ കെടുതിയുടെ വ്യാപ്തി മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. അതാണ് പക്ഷേ എങ്ങനെ ഇത് ഇത്രയൊക്കെ ആയിട്ട് ഇത് ഗതികെട്ടായിരിക്കും പോലീസ് പോയി പിടിച്ചത്? ഇപ്പോൾ പോലീസിൽ ഇപ്പോഴും ഭരണപക്ഷത്തുള്ള പിന്നെ സംഘടന നേതാക്കളെ പിടിക്കുവാൻ അറയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ കളമശ്ശേരിയിൽ നിന്ന് തന്നെ
കേരളം മുഴുവൻ പ്രചരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അവിടുത്തെ ഒരു ഏരിയ സെക്രട്ടറി എന്ന പരിചയപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ലോക്കൽ SI ആയിട്ട് സംസാരിക്കുന്നതാണ്. SI എത്ര നീചമായ ഭാഷയിലാണ് അയാൾ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ അന്ന് അത് ഒരു SFIക്കാരനെ ഒരു കസ്റ്റഡിയിലെടുത്തത് കൊടുക്കാൻ വൈകിയതിൻ്റെ പേരിലാണ്. അപ്പോൾ ആ SI കാല് പിടിച്ച് പറയുന്നുണ്ട്, ഞാൻ അവനെ രക്ഷിച്ചതാണ്, ശത്രു സംഘടന അവനെ തല്ലാതിരിക്കാൻ വേണ്ടി അവനെ കൊണ്ടുവന്ന് ദൂരെ കൊണ്ടുപോയി വിട്ടതാണ്, ആക്ഷനൊന്നും എടുത്തിട്ടില്ല, ഇപ്പോൾ കസ്റ്റഡിയിലില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നേതൃത്വത്തിലുള്ള ഒരുത്തൻ്റെ മേൽ നീ കൈവയ്ക്കുമോ, അവനെ തൊടാൻ നീ ആര് എന്നൊക്കെ സംസാരിക്കുന്ന അതിഭീകരമായ ഒരു അന്തരീക്ഷം ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. എന്നിട്ടും ചില ഉദ്യോഗസ്ഥന്മാർ ഇതുപോലെയുള്ള പ്രവർത്തനം റെയ്ഡ് പോലും നടത്തുകയും ചില ആളുകളെ പിടിക്കുകയും ചെയ്യുന്നു. അറിയാതെ എന്ന് പിടിച്ചപ്പോൾ SFIക്കാരനായി പോയതായിരിക്കും, വാർത്ത പുറത്തു വരികയും ചെയ്തു. ഇല്ലെങ്കിൽ പോലീസിലും ഇപ്പോഴും ധാർമ്മിക ബോധം നഷ്ടപ്പെടാത്ത കുറച്ചെങ്കിലും ആളുകളുണ്ട്. ഈ പിടിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ വല്ല അല്ല, അത് അവൻ SFI ആണെന്ന് അറിഞ്ഞിട്ട് പിന്നെ നീ എന്തിനാ ആ വിവരം പുറത്ത് വിട്ടു എന്നൊക്കെ ചോദിക്കാനുള്ള സാധ്യത ലോക്കൽ നേതാക്കൾ ചോദിക്കുമെന്നാണല്ലോ കളമശ്ശേരിയിൽ നിന്ന് തന്നെ ഉള്ള ഉദാഹരണം ഇന്ന് കേരളത്തിൽ മുഴുവൻ പ്രചരിക്കുന്ന വീഡിയോ ഉണ്ട്. സർ, ഈ SFI അധപ്പതിച്ചു പോയി. ഈ SFI അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകൾ എന്ന് പറയുമ്പോൾ കോളേജുകളിൽ വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ്. പക്ഷെ SFI എന്ന് പറയുന്നത് അങ്ങനെയല്ല. അവരുടെ ആവശ്യങ്ങൾ കുട്ടികളെ കൊണ്ട് നിറവേറ്റിപ്പിക്കുന്ന ഒരു എന്താ നേരത്തെ KSU വിളിച്ചതുപോലെ തെമ്മാടിക്കൂട്ട സംഘടനയായ SFI മാറിയിരിക്കുന്നു. കൊല്ലും കൊലയും കഞ്ചാവും ലഹരിയും മദ്യവും മയക്കുമരുന്നും ഒക്കെയായി ഇവരങ്ങ് കോളേജുകളിൽ അങ്ങ് നിരങ്ങുകയാണ് എന്നുള്ളതാണ്. എവിടെ നിന്നാണ് അവർക്ക് ഈ ലഹരി? ഇതല്ലേ ആദ്യം അന്വേഷിക്കേണ്ടത്. അല്ല, കുട്ടികളിൽ പെരുമാറ്റ ദൂഷ്യം വന്നാൽ തിരുത്തേണ്ട സംഘടനയാണ്. അവർക്ക് നല്ല പാഠങ്ങൾ, നല്ല പെരുമാറ്റം, സാമൂഹിക ബോധം, രാഷ്ട്രീയവും സാമൂഹികമായ ഉൾക്കാഴ്ച, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, പുരോഗമന ആശയങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ട ബാധ്യതയും പ്രതിജ്ഞാബദ്ധമായ സംഘടനയുമാണ് ഈ SFI. SFIക്ക് നേരത്തെ ഇന്ന് വളരെ പ്രമുഖരായ പല നേതാക്കളും SFIയിലൂടെ വന്നവരാണ്. MABB മുതൽ ഈ ബാലഗോപാൽ വരെയുള്ള ആളുകൾ. ഇവരൊക്കെ SFIയിൽ പ്രവർത്തിക്കുമ്പോൾ അത് ഒരു പലതരത്തിൽ നമുക്ക് ആദരണീയമായ ചില വശങ്ങൾ അവരുടെ പ്രചരണ സ്വഭാവത്തിൽ, അവരുടെ പ്രവർത്തനത്തിൽ കണ്ടിരുന്നു. അതൊക്കെ 1970-കളിലും 80-കളുടെ പകുതിയോളം എത്തുമ്പോഴാണ്. പിന്നീട് ഇത് ക്യാമ്പസിൽ ഒരു കൊലപാതക സംഘടനയായി മാറുന്നത് വളരെ പെട്ടെന്നാണ്. അപ്പോൾ അത് പാർട്ടിയുടെ നേതൃത്വത്തിൽ വരുന്ന ആളുകൾ പിന്നീട് ഇവർക്ക് കൊടുക്കുന്ന പാഠം ഇവരെ ഒരു മിലിറ്റൻ്റ് ഓർഗനൈസേഷനായിട്ട് മാറ്റുന്നതിലാണ്. 42 ദിവസം കൊല്ലം ശ്രീനാരായണ കോളേജ് പ്രവർത്തിക്കാൻ പറ്റാത്ത തരത്തിൽ അടച്ചിടുന്ന ഒരവസ്ഥയുണ്ടായി ഒരു കാലത്ത്. അത് SFIക്കാർ കാണിച്ച തെമ്മാടിത്തരത്തിൽ പ്രതിഷേധിച്ച് മാനേജ്മെൻറ്റ് കാണിച്ചതാണ്. അവിടെ ഭീകരപ്രവർത്തനം നടത്തിയ 4-5 പേരെ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു. അവരെ തിരിച്ചെടുക്കണമെന്നും പറഞ്ഞ് സമരം ചെയ്തു. പാർട്ടി ഉൾപ്പെട്ട നേതാക്കൾ വന്നിട്ട് നയിച്ച വിദ്യാർത്ഥി സമരമായിരുന്നു. ആ വിദ്യാർത്ഥി സമരത്തിൻ്റെ ഭീകര സ്വഭാവം കാരണം കോളേജും സുഗമമായി നടത്തി കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് മാത്രമല്ല, കോളേജിലെ വസ്തുവകൾ ഒക്കെ അടിച്ചു തകർക്കുകയും ചെയ്തു. അങ്ങനെ അതുകൊണ്ട് 42 ദിവസം കോളേജ് പ്രവർത്തിച്ചില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ പ്രൈവറ്റ് കോളേജുകളിലെല്ലാം അതിൻ്റെ കെടുതികൾ വ്യാപിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ആളുകൾ മീഡിയേറ്റ് ചെയ്തു, രംഗത്ത് വന്നു. അപ്പോൾ ആ സമയത്ത് അതേപ്പറ്റി വിദ്യാർത്ഥി സംഘടനകളുടെ സ്വഭാവം ഈ തരത്തിൽ സാമൂഹ്യവിരുദ്ധമായാൽ എന്താ സംഭവിക്കുക? എങ്ങനെയോ SFIക്കകത്ത് ധാരാളം ഭീകരന്മാർ കടന്നുകൂടിയിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ നിരോധിക്കപ്പെട്ട സംഘടനയിൽ നിന്ന് യുവാക്കളെ കിട്ടാൻ എളുപ്പമാണ്. അവരൊക്കെ SFIയുടെ ഗൂണ്ടാപ്പടകളായി മാറുകയാണ്. ഗൂണ്ടായിസവും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനവും മയക്കുമരുന്ന് കച്ചവടവും മദ്യം പ്രചരിപ്പിക്കൽ, മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കൽ, പെൺകുട്ടികളെ പോലും മദ്യം കൊടുത്ത് റോഡ് സൈഡിൽ കിടന്ന് ആഭാസം കാണിക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടുപോയിട്ടില്ലേ? ഇതിൻ്റെ എല്ലാം പിന്നിൽ ഈ സംഘടന ഉണ്ട് എന്നുള്ളത് പരോക്ഷമായ സത്യമാണ്. തീർച്ചയായും.